വെൽക്കം ബാക്ക് ടു ടൈസൺ ഒഫീഷ്യൽ മലയാളം വ്ളോഗ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിയോ ഹെയർ ലോഷനെ കുറിച്ചാണ്. അപ്പോൾ ഹെയർ ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറേയധികം പ്രൊഡക്റ്റ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിയോ ഹെയർ ലോഷൻ, പിന്നെ അതുപോലെ തന്നെ മിനോക്സിഡൽ, അങ്ങനെ കുറേയധികം മിനോക്സിഡലിൽ തന്നെ പല അധികം സൊല്യൂഷൻസ് ആഡ് ചെയ്തിട്ടുള്ള കുറേയധികം പ്രൊഡക്റ്റുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ റോസ്മേരി, ഇതൊക്കെ ഹെയർ ഗ്രോത്തിന് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിത് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ഈ ഹെയർ ലോസ്, അതുപോലെ തന്നെ നെറ്റ് കയറൽ, ഉള്ളു കുറയൽ, അതുപോലെ തന്നെ പെട്ടത്തല, അങ്ങനത്തെ കുറച്ചധികം പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരായിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അവരുടെ റിവ്യൂസും കാര്യങ്ങളും ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അതുപോലെ തന്നെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ഈ നിയോ ഹെയർ ലോഷൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളമായി. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ഗ്രോത്തിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അതും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഈ നിയോ ഹെയർ ലോഷൻ അതുപോലെ തന്നെ മിനോക്സിഡൽ, ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദോഷങ്ങൾ ആദ്യം നമുക്ക് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഈ നിയോ ഹെയർ ലോഷൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 വർഷത്തോളമായി. എനിക്ക് ഇതിൽ നിന്നുള്ളൊരു ദോഷമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു നീറ്റൽ പോലെ കാണാറുണ്ട്. അത് ഇതിൽ ഒരു ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള കാരണമാണ് ആ ഒരു നീറ്റൽ ഉണ്ടാവുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു ഗുണമാണ്. എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഡെർമാ റോളർ ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു സുഷിരങ്ങൾ, ചെറിയൊരു ഹോളേക്ക് നമുക്ക് നമ്മുടെ സ്കാൽപ്പിലുണ്ടാവും. അപ്പോൾ ഈ ആൽക്കഹോള് അത് ഇൻഫെക്ഷൻ വരാണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിയോ ഹെയർ ലോഷൻ അതുപോലെ തന്നെ ഈ മിനോക്സിഡൽ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു തലയിലൊരു ചെറിയ നീറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ള ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. വേറൊരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു റിസൾട്ട് കിട്ടും. അതിനാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ ഡെർമാ റോളർ കൂടി യൂസ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടും. ഡെർമാ റോളർ യൂസ് ചെയ്യുന്നു, നിയോ ഹെയർ ലോഷൻ അല്ലെങ്കിൽ മിനോക്സിഡൽ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടും. ചെറിയ ബേബി ഹെയർ ഗ്രോത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കിട്ടും. ഇതാണ് എൻ്റെ മുന്നത്തെ ഹെയർ. ഈ ഹെയറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഹെയർ ഉണ്ട്, 2 സൈഡിലും ഹെയർ ഇല്ല. ഇത് പുറത്തുനിന്ന് എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ ഫോട്ടോയിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഈ 2 സൈഡും തീരെ ഹെയർ ഇല്ല. അത് അന്ന് തന്നെ എടുത്ത വേറൊരു ഫോട്ടോ നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഈ ഫോട്ടോ പുറത്തുനിന്ന് എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ പുറത്തുനിന്ന് എടുത്ത ഫോട്ടോ ആണെങ്കിൽ നമുക്ക് ചെറിയൊരു ബേബി ഹെയർ ഉണ്ടെങ്കിൽ പോലും അത് ഫോട്ടോയിൽ കാണിക്കില്ല. എന്ന് വെച്ചാൽ പുറത്തെ ലൈറ്റും കാര്യങ്ങളും ഉള്ള കാരണം അതങ്ങനെ എടുത്ത് കാണിക്കില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇത് നമ്മൾ ഔട്ട് സൈഡിൽ എടുത്തതാണ്. അപ്പോൾ ഇത് വീടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോ ആണ്. അപ്പോൾ ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ ബാക്കിൽ നേരത്തെ ഫോട്ടോയിൽ ബാക്ക് കാണാൻ പറ്റിയിരുന്നില്ല. ഈ ഫോട്ടോയിൽ ബാക്കിൽ നിങ്ങൾക്ക് ഹെയർ ഒന്നുമില്ല, ചെറിയ ഹെയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ടിലാണെങ്കിലും ചെറിയ ഹെയർ ഉണ്ട്, തീരെ ഉള്ളു കുറവാണ് ഈ മുടിക്ക്. അപ്പോൾ പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ നിയോ ഹെയർ ലോഷൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നിയോ ഹെയർ ലോഷൻ യൂസ് ചെയ്യാൻ സമയത്ത് ഞാൻ ഡെർമാ റോളറും കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ഒരു 2 മാസം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഹെയർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഇതിൻ്റെ ബാക്കിലേക്കും ചെറിയ ബേബി ഹെയറുകളേക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ഡാർക്ക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഫ്രണ്ടിലാണെങ്കിലും ചെറിയൊരു ഡാർക്ക്നെസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടി. എന്ന് വെച്ചാൽ ബാക്കിൽ നോക്കിയാൽ മനസ്സിലാവും, കുറച്ച് ബേബി ഹെയർ കുറച്ചും കൂടി വലുതായി തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ടിലാണെങ്കിലും കുറച്ച് ബേബി ഹെയറേക്കും വലുതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഫില്ലായി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഫൈനൽ റിസൾട്ട് ഇതാണ്. ഇങ്ങനത്തെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി ഏകദേശം 1 വർഷത്തോളം എടുത്തു. 1 വർഷത്തോളം കഴിഞ്ഞപ്പോഴേക്കും ബേബി ഹെയറൊക്കെ വലുതായി തുടങ്ങി. ഇപ്പം നിങ്ങൾക്ക് ഈ ഫോട്ടോ എടുത്ത് മനസ്സിലാകുന്നത്, ഈ സൈഡിലേക്കും ഹെയറൊക്കെ നന്നായി ഫില്ലായി വരുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ നല്ല ഹെയർ ഫില്ല് ചെയ്യാറുണ്ട്. ബാക്കിലെ ഫോട്ടോ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ഈ സൈഡിൽ നിന്നാണ് ഞാൻ ഫോട്ടോ എടുത്തത്. അപ്പോൾ നന്നായിട്ട് ഫില്ലായി വരുന്നുണ്ട്. നല്ലൊരു
ബേബി ഹെയറൊക്കെ വലുതായി നല്ലൊരു ലെവലായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു ഫൈനൽ റിസൾട്ട്. പിന്നെ നമ്മൾ ഈ റിസൾട്ടിൽ ഫോട്ടോ എടുത്താലും പുറമേ നിന്ന് ഫോട്ടോ എടുത്താലും നമുക്ക് എന്താ പറയുക, മുടി ഇതുപോലെ കയറിയ ഏറ്റവും ആദ്യത്തെ ഫോട്ടോ ഇല്ലേ, ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. നല്ല ഹെയറുകളൊക്കെ നല്ല തിക്കായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ ഫ്രണ്ട്സും ഇതുപോലെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്, നിയോ ഹെയർ ലോഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, മിനോക്സിഡിലും യൂസ് ചെയ്തിട്ടുണ്ട്. അവർക്കും ഇതുപോലെ തന്നെ റിസൾട്ട് എന്തായാലും കിട്ടും, അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഇതിലുള്ള ഒരു ദോഷവശം എന്ന് വെച്ചാൽ ഈ സാധനം നിങ്ങൾ ജീവിതകാലം മുഴുവനും ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇത് നിങ്ങൾ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗ്രോത്ത് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 2-3 മാസം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും, ചെറിയ ഗ്രോത്തും കാര്യങ്ങളും കിട്ടും. പിന്നെ ഞാൻ നിയോ ഹെയർ ലോഷൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ 1 വർഷത്തോളം യൂസ് ചെയ്തു. 1 വർഷത്തോളം യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടി. എൻ്റെ ബേബി ഹെയറൊക്കെ വരാൻ തുടങ്ങി, കുറച്ച് ഒരു ഡാർക്ക്നെസ് വരാൻ തുടങ്ങി, ഉള്ളിലേക്കും കുറച്ച് ചെറുതായിട്ട് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നു. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ പോയി പിന്നെ തിരിച്ചു വന്നപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കാണ്ടിരുന്നു. ഒരു 2-3 മാസം 3 മാസം ഞാൻ ഉപയോഗിക്കാണ്ടിരുന്നപ്പോൾ എൻ്റെ ഹെയർ പഴയ പോലെ തന്നെയായി. ഒരു എന്താ പറയുക, കുറേ ഹെയറുകളേക്ക് നമുക്ക് മുടി കൊഴിഞ്ഞു പോയി. അങ്ങനെ പണ്ടത്തെ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ ഈ നിയോ ഹെയർ ലോഷൻ ആയാലും മിനോക്സിഡിലായാലും എന്ത് സാധനമായാലും നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. അല്ലാണ്ട് നിങ്ങൾ ഒരു 2 മാസം ഉപയോഗിച്ചു പിന്നെ നിർത്തി അങ്ങനത്തെ ലെവലാണെങ്കിൽ നിങ്ങളുടെ മുടി പണ്ടത്തെ പോലെ തന്നെയാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല കേട്ടോ. ഇപ്പോൾ മിനോക്സിഡിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ആയാലും നിയോ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ആയാലും കുറേ പേര് ഇത് ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടോ, നിർത്തുമ്പോൾ അത് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ, നിയോ ഹെയർ ലോഷനിലായാലും മിനോക്സിഡിലായാലും. പിന്നെ നിങ്ങൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം പോരാ, നമ്മൾ നമ്മുടെ ഭക്ഷണത്തിലും ചെറിയ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിലും ആ ഒരു ചെറിയ വ്യത്യാസങ്ങളാണ്. അതായത് ഉള്ളിൽ നമ്മൾ ഭക്ഷണം കുറേ ജങ്ക് ഫുഡ് നമ്മൾ കഴിക്കാണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെയും കഴിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുടിയിലൊരു വ്യത്യാസം വരും. പിന്നെ ഈ സാധനം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒരിക്കലും നിർത്തിയാൽ നിങ്ങളുടെ ഹെയർ പഴയ പോലെയാവും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾ തുടക്കത്തിൽ യൂസ് ചെയ്യുമ്പോൾ മോർണിംഗും ഈവനിങ്ങും യൂസ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് മോർണിംഗ് മാത്രം യൂസ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുവരാം. അങ്ങനെ അല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ കമൻറ്റുകളൊക്കെയും ഈ വീഡിയോൻ്റെ താഴെ മെൻഷൻ ചെയ്യുക. അത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ അത് കാണുമ്പോൾ മറ്റുള്ളവർക്കും കൂടി കുറച്ചുകൂടി ഹെൽപ്പ് ആവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.